ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖാണോ? ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വഴുതനങ്ങ കൊണ്ടുള്ള ഒരു കറിയാണ് കേട്ടോ. വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റിയ ഒരു കറിയാണ്. ഇതൊരു ലഞ്ച് ബോക്സ് റെസിപ്പിയും കൂടിയാണ്. ഇനി നമുക്ക് കറി തയ്യാറാക്കുന്നതിനായിട്ട് വഴുതനങ്ങ എടുത്തു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് കളർ വഴുതനങ്ങ വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഈ കളർ വഴുതനങ്ങയാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മളിതാ വട്ടത്തിൽ ചെറുതാക്കി ഇതുപോലെ കനം കുറച്ച് നുറുക്കിയെടുത്തിട്ടുണ്ട്. അതിലോട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂണോളം മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് 2 ടീസ്പൂണോളം കോൺഫ്ലവർ ആണ്. പിന്നെ നമ്മൾ അതൊന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് ഒരു 2 ടീസ്പൂണോളം വിനീഗറും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കുക. അതിനുശേഷം നമ്മളിത് ഒന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ വറുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഈ സമയത്ത് വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും ആരും മറന്നു പോകരുത് കേട്ടോ. നമ്മുടെ വഴുതനങ്ങയൊക്കെ ഇതുപോലെ ഞാൻ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിങ്ങനെ തന്നെ വറുത്ത് കഴിക്കാൻ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണല്ലേ. ഇങ്ങനെ തന്നെ ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാനും ഇഷ്ടമാണ്. അപ്പോൾ ഇത് വറുത്തിട്ട് തയ്യാറാക്കുന്ന കറിക്ക് ഒരു പ്രത്യേക രുചി തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വഴുതനങ്ങയുടെ ഒരു ഭാഗമൊക്കെ അവിടെ നന്നായിട്ട് തന്നെ മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പുറത്തെ ഭാഗം കൂടെ ഇതുപോലെ മൊരിയിച്ചെടുക്കണം. അപ്പം നമ്മുടെ വഴുതനങ്ങയൊക്കെ ഇവിടെ നന്നായിട്ട് തന്നെ മൊരിയിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം ഒരു മൺചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള വഴുതനങ്ങയൊക്കെ മൺചട്ടിയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബൗളോളം കട്ട തൈര് എടുത്തതിന് ശേഷം അതിൽ ഉപ്പിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങയിലോട്ട് ഈ തൈരും കൂടെ ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് അധികം പുളിയില്ലാത്ത തൈരാണ്. എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മല്ലിയിലയും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അതും കൂടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ മല്ലിയിലൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് സ്റ്റവ് ഓൺ ചെയ്തതിന് ശേഷം ഒരു പാൻ വെച്ച് കൊടുത്ത് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണോളം കടുകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നപ്പോൾ ഞാൻ അതിലോട്ട് കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ ചെറുതാക്കി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ മൊരിയിച്ചെടുക്കണം. അപ്പം നമ്മുടെ ചെറിയ ഉള്ളിയൊക്കെ ഇവിടെ ഇതുപോലെ ആയി വന്നപ്പോൾ ഞാനിതാ കുറച്ച് പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ കറിയിലോട്ട് ഒട്ടും തന്നെ മുളക് പൊടി ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. പിന്നെ വഴുതനങ്ങയിൽ നമ്മൾ മാരിനേറ്റ് ചെയ്യുമ്പോൾ മാത്രം 1 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ പച്ചമുളക് എരിവിന് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണേ. നമ്മൾ ഇട്ട് കൊടുത്ത പച്ചമുളകൊക്കെ ഇവിടെ നന്നായിട്ട് മൂത്ത് വന്നപ്പോൾ ഞാൻ അതിലോട്ട് 1 ടീസ്പൂണോളം കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് എണ്ണയിൽ നന്നായിട്ട് തന്നെ മൊരിയിച്ചെടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ കായപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തു നന്നായിട്ട് മിക്സ് ചെയ്ത് എണ്ണയിലൊക്കെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതും ഈ കറിയുടെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ കടുകും ഉള്ളിയും പച്ചമുളകും എല്ലാം കറിയിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതിങ്ങനെ തന്നെ സെർവ് ചെയ്യാം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി വഴുതനങ്ങ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട കേട്ടോ. പിന്നെ കമൻറ്റും കൂടെ ചെയ്തേക്കണേ. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്